അതെങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ സുധിച്ചേണ്ട ഓർമ്മ നഷ്ടമാണ്. നല്ല മനസ്സിന്റെ ഉടമേനെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 വർഷം അങ്ങോട്ട് സമയം തന്നിട്ടില്ലേ. കാണാൻ പറ്റുമോ? മിക്കവാറും രേണുവിന്റെ കല്യാണം 1.5 വർഷത്തിനുള്ളിൽ ഉണ്ടാവും. ഈ മുസ്ലിം യുവാവ് തിരക്കിലാണ്. 1.5 വർഷത്തെ ഗ്യാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഇത് എസ്കേപ്പ് ആവാനുള്ള ഗ്യാപ്പാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൽ ആൾ പെട്ടിട്ട് അതിൽ നിന്ന് റിലീസായിട്ട് വരാനുള്ള ഗ്യാപ്പാണോ, എന്തോ ഒരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ മൊബൈലിൽ കുഞ്ഞ് കണ്ടിട്ട് അമ്മ വരുമ്പോൾ ചോദിക്കാൻ അമ്മയുടെ കല്യാണം എന്നാ, ഇല്ലേ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി, 8ാം ദിവസം ഏതാ രേണുവിന് മാത്രം അറിയുള്ളൂ. പിന്നെ ഈ മീഡിയ ചേട്ടന്മാർ ആരെങ്കിലും 8ാമത്തെ ദിവസത്തിന് എന്ത് പേരിട്ടാ വിളിക്കണേന്നൊന്ന് ചോദിക്കണേ. ഓർമ്മയില്ലായ്മയാണോ അത് അറിവില്ലായ്മയാണോ? ആ പുള്ളിക്കാരി രേണുവിനേക്കാൾ സുന്ദരിയായി രേണുവിനേക്കാൾ അടിപൊളിയായിട്ടൊക്കെ വരുന്നത് ഒരുപക്ഷെ നാളെ ഒരിക്കലും രേണുവിനെ തഴഞ്ഞിട്ട് ഈ പുള്ളിക്കാരി വൈറലാവുന്ന സുചേട്ടനുള്ള സമയത്ത് രേണു ഇമാതിരി പരിപാടി കാട്ടിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1-2 ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. ഒട്ടും വയ്യായിരുന്നു ഗൈസ്. ഞാൻ അന്ന് ലാസ്റ്റ് വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ട് പോയില്ലേ വയ്യായിരുന്നു ഒന്ന്. പിന്നെ അങ്ങോട്ട് അത് കൂടി ഒട്ടും അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. എന്തായാലും ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. അത് ഒരു പക്ഷേ ഞാൻ നമ്മുടെ സ്വന്തം രേണുസുധിയുടെ ഫോട്ടോ അല്ല വീഡിയോ കാണാനിടയായി. അതുകൊണ്ട് ഇതിന് ഉള്ളിൽ നിന്നൊരു എനർജി വന്നിട്ടാണോ എൻ്റെ വയ്യായ്ക്കൊക്കെ പെട്ടെന്ന് മാറിയതെന്ന് അറിയില്ല. നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണല്ലേ രേണുവിൻ്റെ കല്യാണം. രേണുവിൻ്റെ വിവാഹം ഇനി അധികം നാളൊന്നുമില്ല. 2 വർഷത്തെ ഗ്യാപ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1-2 മാസങ്ങൾക്ക് മുമ്പാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 വർഷം കഴിഞ്ഞാൽ എൻ്റെ കല്യാണം ഉണ്ടാകും. അതാരാണെന്ന് നിങ്ങൾ കാത്തിരിക്കേ. പിന്നെ ഒരു ഘട്ടത്തിപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. 2 വർഷം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 1.5 വർഷം കൂടി ഉള്ളൂ. 2 വർഷമൊന്നും ഇനി കാത്തിരിക്കേണ്ട, 1.5 വർഷവും കൂടി ഉള്ളൂ എന്ന്. ഈ 2 മാസത്തിനുള്ളിൽ ഒരു 6 മാസം കടന്നു പോയി എന്നാണ് രേണു പറയുന്നത്. അത് പോട്ടെ, അതൊക്കെ അവിടെ ഇരിക്കുക, അതൊന്നും വലിയ വിഷയമല്ലല്ലോ. എന്തായാലും ഇനി 1.5 വർഷത്തിനുള്ളിൽ കല്യാണമുണ്ട്. രേണു പുറത്തിറക്കുമ്പോൾ കൊച്ചു കുട്ടികൾ വരെ ചോദിക്കുകയാണ്, എന്നാ ചേച്ചി കല്യാണം? മോളെ, അതൊക്കെ വെറുതെ യൂട്യൂബേഴ്സ് പറഞ്ഞുണ്ടാക്കുകയാണ്. ഞാൻ കല്യാണമൊന്നും കഴിക്കില്ല. അപ്പാപ്പ കണ്ടവനെ അത്തരത്തിലാണ് കാര്യങ്ങൾ. നമുക്ക് രേണുവിൻ്റെ കല്യാണത്തെക്കുറിച്ച് രേണു പറയുന്നതൊന്ന് കേൾക്കാട്ടോ. നിങ്ങളത് കേട്ടിരുന്നോ? ഇനി രേണു പക്ഷെ കേട്ടിട്ട് കാര്യമൊന്നുമില്ല. രേണു ഇടക്കിടക്ക് മാറ്റി പറയും. ഇനി അടുത്ത തവണ വേറെ പറയും. കേൾക്കാം. നമുക്ക് നോക്കാം അത് ഉണ്ടോ ഇല്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 വർഷം അങ്ങോട്ട് സമയം തന്നിട്ടില്ലേ. നമുക്ക് നോക്കാം. 2 വർഷം ഇല്ല, ഇനി 1.5 വർഷം കൂടെ ഉള്ളെന്ന് തോന്നുന്നു. കാണാൻ പറ്റുമോ? മിക്കവാറും മേബി ഒരു 85-90% കാണാൻ പറ്റും. അല്ലെങ്കിൽ എനിക്കറിയാം 10% നമ്മുടെ കയ്യിലല്ലല്ലോ. നമ്മളിപ്പം ആലോചിക്കുന്ന തീരുമാനിക്കുന്ന പോലെ ഒന്നുമല്ലല്ലോ കാര്യങ്ങൾ, ദൈവത്തിന്റെ കയ്യിലല്ലോ. രേണുവിന്റെ കല്യാണാണ്. രേണു 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഒരാളെ വിവാഹം കഴിക്കും. മുസ്ലിം ആയിരിക്കും. തട്ടൊട്ടിട്ടുള്ള രേണുവിനെ കാണാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത്. 90% രേണു ഉറപ്പിച്ചു. ഒരു 10% ദൈവത്തിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നടക്കില്ലെന്ന്. സാധാരണ പെൺകുട്ടികളാണ്, ഇപ്പോൾ ആണുങ്ങളാണ് പറയുന്നത്, പെണ്ണുങ്ങൾ പഠിക്കാനൊക്കെ ടൈം കൊടുക്കുമല്ലോ. നമ്മൾ പഠിക്കാനൊക്കെ ഒരു 1.5 വർഷത്തെ പഠിക്കാനും കൂടി ഉണ്ട്, അത് കഴിഞ്ഞാൽ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ രേണു 1.5 വർഷം ടൈം പറയുന്നുണ്ട്. അതെന്താ? അതിന് ആ പയ്യൻ പഠിച്ചു കഴിഞ്ഞിട്ട് വേണോ, അല്ലെങ്കിൽ വേണ്ട പോട്ടെ, അതല്ലെങ്കിൽ വല്ല ഡിവോഴ്സ് ആവാൻ വേണ്ടി നിൽക്കുന്നവരാണോ, ഡിവോഴ്സായി കിട്ടിയിട്ട് വേണോ, എന്തോ രേണു ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 1.5 വർഷത്തെ ഗ്യാപ്പും പറയുന്നുണ്ട്. മുസ്ലിം യുവാവാണ്. ഇവർ ചോദിക്കുന്നത് വെറുതെ ഒന്നും മീഡിയക്കാർ ചോദിക്കില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. മുസ്ലിം യുവാവാണെന്നുള്ളൊരു ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ രേണുവിനോട് ചോദിക്കുമ്പോൾ രേണു അത് തർക്കിക്കൊന്നുമില്ല. രേണു മുസ്ലിം യുവാവ് 1.5 വർഷം കൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ സർപ്രൈസ് ഉണ്ടാകും. അതെങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ സുധിച്ചേട്ടൻ്റെ ഓർമ്മ നഷ്ടമാണ്? സുധിച്ചേട്ടൻ്റെ ഓർമ്മ നഷ്ടമാകാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ പോരെ? സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന, സുധിച്ചേട്ടനെ അംഗീകരിക്കുന്ന, പിന്നെ അത് ഞാൻ എന്തേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലൊരു എന്താ പറയാ, നല്ല മനസ്സിന്റെ ഉടമേനെ ആയിരിക്കും. അതിന് ആരും ഉണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ പൊതുവേ പറഞ്ഞതാണ്. മനസ്സിലായി. രേണു വിവാഹം കഴിക്കുന്നത് നല്ല മനസ്സിന് ഉടമയുള്ള ഒരാളായിരിക്കും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാണ്, നല്ല മനസ്സിന് ഉടമേനെ വിവാഹം കഴിക്കണം എന്ന്. അങ്ങനെ രേണു നല്ല മനസ്സിന് ഉടമയെ വിവാഹം കഴിക്കട്ടെ. എന്നിട്ട് രേണു എന്നെ പറയുന്നുണ്ട് സുധിച്ചേട്ടൻ്റെ ഓർമ്മ, സുധിച്ചേട്ടനെയും കൂടെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അതായത് ഓർമ്മ നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല എന്നൊക്കെ. നമുക്കറിയില്ല എങ്ങനെയാണ് ആൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് ആൾ ഉദ്ദേശിക്കുന്നതെന്ന്. എന്തെങ്കിലും കാണിക്കട്ടെ.
എല്ലാരും ആൾക്കാരൊക്കെ പറഞ്ഞു കുഞ്ഞു കൊച്ചനോട് ചോദിക്കുക എന്നാ കല്യാണം, ഞാൻ പറഞ്ഞ അയ്യോ എന്റെ പൊന്നു കുഞ്ഞെ കല്യാണം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ഋതപ്പനോട് ചോദിച്ചു അമ്മ എന്നാ കല്യാണം, കാരണം ഇത് തന്നെയല്ലേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നല്ലേ, കുട്ടിയും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട്. പിച്ചു എല്ലാം ചോദിക്കാറുണ്ടോ? ഇല്ല, അവനോട് ഞാൻ എല്ലാം പറയാറുണ്ട്, അതുകൊണ്ട് എന്നും ചോദിക്കും. എല്ലാം അങ്ങോട്ട് പറയാറുള്ളത് കൊണ്ട് ഒരു ചോദ്യം ഇങ്ങോട്ട് ആവശ്യമില്ല. ഏറ്റവും ഇസഡ് കാര്യം ഞാൻ അവനോട് സംസാരിക്കാറുണ്ട്, എന്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും, മിക്ക കാര്യങ്ങളും. പുറത്തിറങ്ങിയ കൊച്ചു കുട്ടികളവരെയും ചോദിക്കുകയാണ് എന്നാ കല്യാണം എന്ന്. പോട്ടെ, സ്വന്തം മകൻ വരാൻ ചോദിക്കുകയാണ് അമ്മയുടെ കല്യാണം എന്നാണെന്ന്. അമ്മാതിരി തോന്നിവാസങ്ങളാണ്, അല്ലെങ്കിൽ അമ്മാതിരിയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രേണുവിന് വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേണുവിന് അത് സോഷ്യൽ മീഡിയയിൽ പറയാൻ. ഇപ്പോൾ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് വിചാരിച്ചോ? ഇപ്പോൾ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങളുടെ കല്യാണം എന്നാ, നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക? ഞാനോ കല്യാണോ ഇല്ലല്ലോ, ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും. പിന്നെ നാളെ ഒരിക്കലും കല്യാണം കഴിക്കുകയാണെങ്കിൽ പറയാലോ അന്ന് എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ മനുഷ്യനല്ലേ, മനസ്സങ്ങോട്ട് മാറി, ഞാൻ കല്യാണം കഴിച്ചു, എന്താ കുഴപ്പം എന്ന് ചോദിക്കാം. ഇത് രേണു അങ്ങനെയല്ല, രേണു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാണ് കല്യാണം എന്ന്. കുഞ്ഞ് വരെ, മോൻ വരെ മൊബൈലിൽ ഇത് കണ്ടു അത്രേ. എന്നിട്ട് മോൻ പറഞ്ഞു അമ്മയുടെ കല്യാണം എന്നാ, അമ്മയുടെ കല്യാണം എന്നാ അമ്മ എന്ന് ചോദിച്ചു. അപ്പോൾ രേണു പറയാം എന്ത് പോനെ കല്യാണമൊന്നും ഇല്ലാന്ന്. ഇതാണ് നമ്മൾ ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യമാണ്. രേണുവിന് ഇതൊന്നും പ്രശ്നമല്ല. രേണുവിനൊരു റീച്ചിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് രേണു ഓരോന്ന് ചെയ്യുന്നു, ഓരോന്ന് പറയുന്നു. രേണു സ്വന്തം കാര്യങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വൈറലാക്കി ആൾക്കാരിലേക്ക്, ചർച്ചയിലേക്ക് എത്തിക്കുന്നു. അത് നല്ലതാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും രേണുവിനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. രേണു നല്ലപോലെ അറിയാം. രേണു പറയാറുണ്ട് എനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഇവരുടെ ആരിലും ചിലരല്ലോ കഴിയുന്നത്, എനിക്കൊരു പ്രശ്നമില്ലെന്ന്. അപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, രേണുവിന് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ രേണുവിൻ്റെ മക്കളുണ്ട്, അവർ പുറത്തിറങ്ങി നടക്കേണ്ടതാണെന്ന്. ആ ചെറിയ മകനൊന്ന് വലുതാവട്ടെ, അപ്പോൾ രേണുവിൻ്റെ മനസ്സിലാകുന്നത്. ആ ചെറിയ മകൻ തന്നെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ഓരോ കാര്യങ്ങളും മൊബൈലിൽ കുഞ്ഞ് കണ്ടിട്ട് അമ്മ വരുമ്പോൾ ചോദിക്കാൻ അമ്മയുടെ കല്യാണം എന്താ, ഇതേപോലെയുള്ള ഓരോരോ ചോദ്യങ്ങൾ രേണു ഫേസ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം രേണു തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്തായാലും രേണു ഇപ്പോൾ പറയുന്നു കല്യാണമൊന്നുമില്ല എന്ന്. പിന്നെ കിച്ചുവിൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയാറുണ്ടെന്ന്. കിച്ചു വലിയ കുട്ടിയായില്ലേ, അപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. നേരത്തെ തന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു മുൻകൂർ ജാമ്യം പോലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. ഇപ്പോഴത്തെ ലോകം, ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. സ്വന്തം അമ്മയാണെങ്കിൽ പോലും മക്കള് നല്ല രീതിയിൽ വിവാഹം കഴിച്ച് വിടുന്നുണ്ട്. രണ്ടാമത്തെ മൂന്നാമത്തെ മാരേജ് ആണെങ്കിൽ മക്കൾ അങ്ങനെ ചെയ്ത് വിടുന്നുണ്ട്. അതിപ്പോൾ നമുക്കത് തെറ്റു പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് വേറൊരു ലൈഫ് വേണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ലൈഫിലേക്ക് പോകും. അത് നമുക്ക് തെറ്റു പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. രേണു അതൊരു ചർച്ചാ വിഷയം ആക്കുന്ന രീതിയിലേക്ക് സംഭവങ്ങൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാവരും പിടിച്ചിട്ട് രേണുവിനിട്ട് അലക്കുന്നത്. അത്രയ്ക്ക് കേൾക്കുന്നുണ്ട്. ഒരാള് വരുമ്പോ പുള്ളികളെ കേട്ടോളും എന്നല്ല പറഞ്ഞത്, കുറവ് നമുക്ക് സംസാരിക്കണമല്ലോ. നമുക്ക് ഇപ്പം എന്താ പറയാ, എന്ന് പറഞ്ഞ സുധിച്ചേട്ടനെ മറന്നെന്നോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല. നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല. മറന്നിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോവല്ല, ഞാൻ പറഞ്ഞ സപ്പോസ് അവസരവാദി വീണ്ടും മാറ്റി പറയും. ഇപ്പോൾ പറയാനാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോവല്ല. സുധിച്ചേട്ടനും കൂടി ഉണ്ടാകണമെന്ന് എനിക്ക് ഇപ്പോൾ, അതായത് ഇപ്പോൾ ഇത്രയൊക്കെ കേൾക്കുന്നുണ്ട് രേണു. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സുധിച്ചേട്ടനും കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഒരു മനസ്സിന് ഒരു ആശ്വാസം ഉണ്ടാവുമെന്നായിരിക്കും ആളവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഞാനൊരു കാര്യം പറയട്ടെ, രേണു സുധിച്ചേട്ടൻ്റെ വിയോഗത്തെ തുടർന്നിട്ടാണ് രേണു സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതും. അതും ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് വന്ന് നെഗറ്റീവായി, പിന്നീട് ഭയങ്കര നെഗറ്റീവ് പബ്ലിസിറ്റി. അത് ബിഗ് ബോസിൽ എത്തിയ ശേഷം അത് വൻ പോസിറ്റീവായിട്ട് രേണു പുറത്തിറങ്ങി. പിന്നെ രേണുവിന് ഭയങ്കര റീച്ചോ, രേണു പോലും പ്രതീക്ഷിക്കാത്ത റീച്ചാണ് രേണുവിന് കിട്ടിയത്. എനിക്ക് തോന്നുന്നു 100 ദിവസം നിന്നവർക്ക് പോലും ഇത്ര റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിലപ്പുറം രേണുവിന് കിട്ടി. രേണു അതിങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയായിരുന്നു. വീണ്ടും നെഗറ്റീവിലേക്ക് പോകുന്നത് രേണുവിന് അറിയാം. രേണുവിൽ നിന്നും ഇതാണ് നാട്ടുകാരെ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ് രേണു നെഗറ്റീവിലേക്ക് പോകുന്നത്. അത് രേണുവിൻ്റെ ഇഷ്ടം. പക്ഷേ രേണു അതുകൊണ്ട് പറയുന്നുണ്ട് സൂചിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു. സൂചിച്ചേട്ടനുള്ള സമയത്ത് രേണു ഇമാതിരി പരിപാടി കാട്ടിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല. അതിനുശേഷമാണ് രേണു വന്നു തുടങ്ങിയത്. അപ്പോൾ പിന്നെ നാട്ടുകാർ ചുമ്മാ പറയാനാണെങ്കിൽ നാട്ടുകാർ ഇങ്ങനെ ടോർച്ചർ ചെയ്യണ എന്നുള്ള പറയുന്നതിന് ഒരു പ്രസക്തി ഇല്ലല്ലോ അല്ലേ. എന്തെങ്കിലും ഒരു എന്താ പറയാ, കല്യാണം നടന്നാൽ അദ്ദേഹത്തെ മറന്നെന്നോ അല്ലെങ്കിൽ മറക്കുമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഈ സിംഗിൾ പേരൻസിന് എല്ലാം അറിയാം. നമുക്ക് ഒരാൾ സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങൾ നമ്മളെ കെയർ ചെയ്യാൻ ഒരാളുള്ളത് നല്ലതാണ് അല്ലേ, നല്ലതാണെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോവാന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം പറയണം, അതായത് നമ്മൾ ഒരു 5 മിനിറ്റ് മുമ്പ് കേട്ട ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് രേണു വിവാഹം കഴിക്കാൻ പോവാണ്, 1.5 വർഷം കൂടി ഉള്ളൂ എന്ന്. അതേ കോൺവെർസേഷനിൽ തന്നെ രേണു പിന്നീട് പറയാണ്, അവസാനമൊക്കെ എത്തിയോ പറയാണ് ഞാൻ കല്യാണം കഴിക്കാനൊന്നും പോവുകയല്ല എന്ന്. ഇതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവസരവാദി എന്ന്.
തോന്നിയ പോലെയാണ് കേട്ടോ രേണു പറയുന്നത്. പറഞ്ഞോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള മാറ്റി പറയാം, പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് പറയുന്നത്, ഒരു ചാനലിൻ്റെ മുന്നിൽ വന്നിട്ടാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇത് കേട്ടിട്ട് നമ്മൾ ചുമ്മാ നാട്ടുകാരെയൊക്കെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യും. അത് ഇപ്പോൾ ചിലരും ചോദിക്കും, എന്തിനാണിത് ഈ വീഡിയോ എടുത്ത് അവരെന്തെങ്കിലും കാണിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇത് വീഡിയോ എടുത്ത് പറയുന്നതെന്ന്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫീഡ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നും, അങ്ങനെ വരുന്നതാണ് കേട്ടോ. എന്തായാലും രേണു വിവാഹം കഴിക്കില്ല എന്നും പറയുന്നുണ്ട്, കഴിക്കുമെന്നും പറയുന്നുണ്ട്. രേണു വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒരു 1.5 വർഷത്തേക്ക് ഇത് രേണു നീട്ടിക്കൊണ്ടുപോകും. എന്ത് ആ കല്യാണ ടോപ്പിക്കില്ലേ, കല്യാണ വിഷയം, അത് 1.5 വർഷത്തേക്ക് അത് ഉണ്ടാവും. സൂചേട്ടൻ്റെ മക്കളെ മാത്രമല്ല സൂചേട്ടനെയും കൂടി അംഗീകരിക്കുന്ന ഒരാളെയാണ് രേണു വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇത് എന്ത് ദിവസം എനിക്കറിയില്ല, ശനി ഞായറൊന്നും എനിക്കറിയത്തില്ല. അത്രയും തിരക്കാട്ടോ. ഇന്ന് ശനിയാണോ ഞായറാണോ എനിക്കറിയില്ല, ഒരു ഡേറ്റ് പോലും അറിയാൻ പറ്റാത്തത്ര തിരക്കിലായിപ്പോയി നമ്മുടെ രേണു. ദൈവസത്യം അല്ല, തിരക്കിന്റെ കാര്യമല്ല, എനിക്കറിയത്തില്ല തിങ്കളേതാ ചൊവ്വ, എനിക്കറിയില്ല. ഈ ഡേറ്റ് ഇപ്പം കരിഷ്മ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് വെക്കുന്നതുകൊണ്ട് ഡേറ്റ് അറിയാം. ഡേറ്റ് വരെ ഓർമ്മപ്പെടുത്താനായിട്ട് ഒരാളുണ്ട്. ഈ ഡേറ്റ് വരെ ഓർമ്മപ്പെടുത്താൻ കരീഷ്മ എന്തോ പറഞ്ഞത് നമ്മൾ അന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരി രേണുവിനേക്കാൾ സുന്ദരിയായി രേണുവിനേക്കാൾ അടിപൊളിയായിട്ടൊക്കെ വരുന്നത് ഒരുപക്ഷെ നാളെ ഒരിക്കലും രേണുവിനെ തഴഞ്ഞിട്ട് ഈ പുള്ളിക്കാരി വൈറലാവും എന്നൊക്കെ പറഞ്ഞുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ പോവുകയും ചെയ്തു. പിന്നീട് ഞാൻ ആ കരീഷ്മനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചിട്ട് കരീഷ്മനെ പറഞ്ഞു വിട്ടു എന്നാണ് കരുതിയത്. പക്ഷേ കരീഷ്മ ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് അറിയുന്നത്. കരീഷ്മേനെ ക്യാമറയിൽ നിന്നും മാറ്റി. മുമ്പൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പണ്ടത്തെ വീഡിയോസിലൊക്കെ രേണു എവിടെയുണ്ടോ അതിന് അടുത്ത് തന്നെ രേണുവിനേക്കാൾ അടിപൊളിയായിട്ട് സംസാരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള മീഡിയാസ് ഒന്ന് ചോദിക്കുമ്പോൾ രേണു എല്ലാം മറുപടി പറയുന്നത് കരീഷ്മയായിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കരീഷ്മനെ സൈഡിൽ ഒതുക്കി കളഞ്ഞു, പാവം കരീഷ്മ. അപ്പോൾ ഡേറ്റ് വരെ ഓർമ്മപ്പെടുത്താനായിട്ട് ആളുണ്ട് കേട്ടോ, അത്രയ്ക്ക് ലെവലിലേക്ക് എത്തി. 26, 26 ഇനിയിപ്പം മറ്റന്നാൾ കോഴിക്കോട് ഇനോഗ്രേഷൻ, 28 അങ്ങനെ അറിയാം. 7 ആഴ്ച ഉണ്ടെന്ന് അറിയാലോ, 7 ദിവസം ഉണ്ടെന്ന് അറിയാലോ. അതൊക്കെ എനിക്കറിയാം. രേണുവിന് ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ വർക്കാണ് ഉള്ളതെന്ന് അറിയാം. അതായത് 26-ാം തീയതി ഇന്ന വർക്ക്, 28-ാം തീയതി ഇന്ന വർക്ക്, ഇന്ന സ്ഥലത്തുണ്ടത്. ഇപ്പം ഇന്ന് ഏത് ദിവസമാണെന്ന് അറിയില്ല, ഡേറ്റ് അറിയാം. ഓ അത് മതി, ഡേറ്റ് അറിഞ്ഞാൽ മതിയല്ലോ, ഏതെങ്കിലും ഒന്നും അറിഞ്ഞാൽ മതി, ഡേറ്റ് അറിയാം. 8 അല്ല 7 ഇതിങ്ങനെ തിരക്കുകൾ നമുക്ക് കൂടിയിട്ട് വന്ന ഓർമ്മയില്ലായ്മയാണോ അത് അറിവില്ലായ്മയാണോ? ആഴ്ചയിൽ 8 ദിവസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റോട്ടിൽ കൂടി പോകുന്ന ഒരു കുഞ്ഞു കൊച്ചിനോട് ചോദിച്ചാൽ എത്ര ദിവസം ഉണ്ട് മോനെ അല്ലെങ്കിൽ എത്ര ദിവസം ഉണ്ട് മോളെ ആഴ്ചയിൽ എന്ന് ചോദിച്ചാൽ അവർ പറയാം 7 days ആൻറ്റിന്ന്. പക്ഷേ ഈ ആൻറ്റിക്ക് അറിയില്ല കേട്ടോ 7 days ആണ്. 8 ദിവസമില്ലേ ആഴ്ചയിൽ, ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി. പിന്നെ ഏത് ദിവസം? ഈ 8ാമത്തെ ദിവസം ഏതാ? ഏതൊരു ദിവസമുണ്ട്. ഇത് 8ാമത്തെ ദിവസം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതിനിപ്പോൾ രേണുവിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഈ മീഡിയ ചേട്ടന്മാർ ആരെങ്കിലും 8ാമത്തെ ദിവസത്തിന് എന്ത് പേരിട്ടാണ് വിളിക്കണമെന്നൊന്ന് ചോദിക്കണേ. രേണുവിൻ്റെ കല്യാണം 1.5 വർഷത്തിനുള്ളിൽ ഉണ്ടാവും. ഏതോ ഒരു മുസ്ലിം ആയിട്ടാണ് കല്യാണം ഉറപ്പിച്ച് വച്ചിരിക്കുന്നത്. ഈ മുസ്ലിം യുവാവ് തിരക്കിലാണ്. 1.5 വർഷത്തെ ഗ്യാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഇത് എസ്കേപ്പ് ആവാനുള്ള ഗ്യാപ്പാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൽ ആൾ പെട്ടിട്ട് അതിൽ നിന്ന് റിലീസായിട്ട് വരാനുള്ള ഗ്യാപ്പാണോ, എന്തോ ഒരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ രേണു അത്രയും തിരക്കാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഈ പറഞ്ഞ പോലെ ബുധനാഴ്ചയാണെന്നും ഇന്ന് വ്യാഴാഴ്ചയാണെന്നും ഇത് തിങ്കളാഴ്ചയാണെന്നും ഇത് ജനുവരി 26 എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഡേ ആണെന്നൊക്കെ ഒരു ബേസിക് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇതൊക്കെ വിളിച്ചു കൂവി പറയുമ്പോൾ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെന്നും തിങ്കളാഴ്ചയാണെന്നും ചൊവ്വാഴ്ചയാണെന്നൊക്കെ ഓർത്ത് നല്ലതായിരിക്കും. പക്ഷെ ഉണ്ടല്ലോ, എത്ര തിരക്കുണ്ടെങ്കിലും അറിവുള്ള അല്ലെങ്കിൽ എല്ലാം ഓർത്ത് വെക്കുന്ന എത്ര സെലിബ്രിറ്റീസ് ഉണ്ടല്ലേ നമ്മുടെയൊക്കെ മുന്നിൽ. അവർക്കൊക്കെ അവരുടെ തിരക്കൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ രേണു ഒന്നുമല്ല, അത്രയും തിരക്കുള്ള ആൾക്കാരുണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എല്ലാ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് ഇങ്ങനെ എല്ലാം പറയുമ്പോൾ രേണുവൊക്കെ ഇങ്ങനെ വന്നിട്ട് ഈ ഇതൊക്കെ പറയണ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, രേണു ഏത് വീഡിയോയിലാണെങ്കിലും സൂചിയേട്ടൻ്റെ പേരെടുത്ത് പറയും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കിച്ചുവിൻ്റെ പേരും പറയുന്നുണ്ട്. കിച്ചു എന്നുള്ള രീതിയിൽ കിച്ചുവിൻ്റെ പേരും എല്ലാ വീഡിയോസിലും വന്ന് പറയുന്നുണ്ട്. കിച്ചുവട്ട അങ്ങനെയാണ്, കിച്ചുവട്ട ഇങ്ങനെയാണ്, ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അങ്ങനെ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ഈ കൈ കാണിക്കാമല്ല, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം.